ഹായ് ഫ്രണ്ട്സ്, കുറച്ചായി നമ്മൾ ലോങ് വീഡിയോസൊക്കെ ചെയ്തിട്ട് ഇന്നിപ്പോൾ നമുക്ക് കുറച്ച് ബോഗൺവില്ല കളക്ഷനും അതിൻ്റെ റേറ്റുകളും ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ഈ വീഡിയോ. നമുക്ക് സമയം കളയണ്ട, നേരിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ കുറച്ച് ബോഗൺവില്ല പ്ലാന്റുകൾ അടുത്തുള്ള നഴ്സറിയിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് വലിയ പ്ലാന്റുകളാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. ഓരോന്നിൻ്റെ ഡീറ്റെയിൽസ് പറയാം. ഇത് നമ്മുടെ ഫയറോപ്പൽ എന്ന് പറയുന്ന വെറൈറ്റിയാണ്. അത്യാവശ്യം 15 പോട്ടിലാണ് പ്ലാന്റ് കിട്ടിയിരിക്കുന്നത്. 350 ആണ് അതിൻ്റെ റേറ്റായിട്ട് നമുക്ക് കൊടുത്തത് കേട്ടോ. ഇത് നമ്മുടെ കുറച്ച് അഡീനിയം സീഡ്സാണ് നമ്മൾ മുളപ്പിക്കാൻ വെച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ മൂന്നാമത്തെ ദിവസം മുതൽ തന്നെ അതിൽ മുള പൊട്ടിയിട്ടുണ്ട്. സൊമാലൻസ് ഉണ്ട്, അറബിക്കംസ് ഉണ്ട്, നോർമൽ ഒബേസ അഡീനിയംസ് ഉണ്ട്. അതിൻ്റെ സീഡ്സാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വെറൈറ്റിയിലേക്ക്. മൊത്തം നമ്മൾ 10 പ്ലാന്റ് ആണ് കേട്ടോ അടുത്തുനിന്ന് കളക്ട് ചെയ്തത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല വെറൈറ്റി പ്ലാന്റ്സുകളാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം ഒരു ഐഡിയയെക്കുറിച്ചൊക്കെ നന്നായിട്ട് അറിയാവുന്ന ഒരാളുടെ അടുത്താണ് കളക്ട് ചെയ്തത്. ഇത് തായ് ഡിലൈറ്റ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. അതിന് നമ്മൾ 400 രൂപയാണ് പേ ചെയ്തിരിക്കുന്നത്. അടുത്തത് ഗോൾഡൻ സൺഷൈനൊക്കെ നല്ല രീതിയിലുള്ള ഫ്ലവേഴ്സാണ് വരുന്നത്. ഗോൾഡൻ സൺഷൈന് നമ്മൾ കൊടുത്തിരിക്കുന്നത് 400 രൂപയാണ്. അടുത്തത് മൊണാലിസ യെല്ലോ അത്യാവശ്യം നല്ല യെല്ലോ കളറിലുള്ള ഫ്ലവേഴ്സ് വരുന്ന ഒരു പ്ലാന്റാണ്. 400 രൂപയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇത് ചില്ലി റെഡാണ്. ചില്ലി റെഡ് എന്ന് പറയുമ്പോൾ നമുക്ക് വൈൻസ് ആയിട്ട് ഇപ്പോൾ ഹാങ്ങിങ് ബോട്ടിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഫയർപാൽ ചില്ലി റെഡൊക്കെ. അതിന് 300 ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് തിമ്മയാണ്, തിമ്മ റെഡിന് നമ്മൾ കൊടുത്തിരിക്കുന്നത് 500 റുപ്പീസാണ്. അത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്ലാന്റാണ്. ഇത് അർജുന എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. അതിന് 600 ആയിട്ടുണ്ട്. അത് സ്റ്റെമ്മൊക്കെ അത്യാവശ്യം തിക്നെസ് ഉണ്ട്. ഗ്രാഫ് പ്ലാന്റ് അല്ല, ഓൺ റൂട്ടാണ്. ഇതിൽ ഗ്രാഫ് പ്ലാന്റ്സ് വന്ന് 3 എണ്ണമേ ഉള്ളൂ, ബാക്കി ഓൺ റൂട്ടാണ്. ഇത് നമ്മുടെ സ്പ്ലാഷ് വെരിഗേറ്റഡ്. സ്പ്ലാഷ് നോർമലും ഉണ്ട്, വെരിഗേറ്റഡും ഉണ്ട്. അതിന് 500 ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അടുത്ത പ്ലാന്റ് ആയിട്ട് നമുക്ക് വന്നിരിക്കുന്നത് ബ്രസ പീച്ചാണ്. ബ്രസ പീച്ചിന് എനിക്ക് തോന്നുന്നത് 400 റുപ്പീസാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അടുത്തത് മഹാറാണി നമ്മൾ 2 ടൈപ്പ് പ്ലാന്റ് ഉണ്ടായിരുന്നു. കുറച്ച് ചെറിയ പ്ലാന്റും കുറച്ച് വലിയ പ്ലാന്റും ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ആൾറെഡി പ്രൂൺ ചെയ്തിട്ടുള്ള സ്റ്റേജിലുള്ളതാണ്. ആൾറെഡി ഞാൻ കുറച്ച് ബ്രാഞ്ചസ് പ്രൊപ്പഗേഷന് വേണ്ടി ഉപയോഗിച്ചു. ഇത് 1500 ആണ് മഹാറാണിയുടെ വലിയ പ്ലാന്റിന് റേറ്റ് വന്നിരിക്കുന്നത് കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഹെൽത്തി പ്ലാന്റാണ്. അപ്പോൾ ഇതിൻ്റെ പരിചരണവും അതുമാതിരി ഗ്രാഫ്റ്റിംഗ് കാര്യങ്ങളെല്ലാം നമ്മളിനി ആവശ്യപ്പെടുകയാണെങ്കിൽ നമുക്ക് വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഞാനൊരു 50 വെറൈറ്റിയോളമാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇത് സക്കൂറ എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ്. വലിയ പ്ലാന്റാണ്. സക്കൂറയ്ക്ക് നമ്മൾ 1000 ആണ് പേ ചെയ്തിരിക്കുന്നത്. അത് 500 പ്ലാന്റും ഉണ്ട്, 1000 പ്ലാന്റും ഉണ്ട്. അത് കിട്ടിയ പോലെ തന്നെയാണ്, നമ്മൾ പ്രൊപ്പഗേഷൻ എടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് ICU മെത്തേഡുകളുണ്ട്. അതുപോലെ തന്നെ ഇത് വയലറ്റ് സെപ്റ്റംബർ കേട്ടോ. അത് പുള്ളി നമുക്ക് അതിൻ്റെ കൂടെ ഒരു കോംപ്ലിമെൻ്റ് ആയിട്ട് തന്ന ഒരു പ്ലാന്റാണ്. നല്ല പ്ലാന്റാണ്, കുഴപ്പമൊന്നുമില്ല. അതിപ്പോൾ മാറ്റി നട്ടതിൻ്റെ ഒരു ക്ഷീണമാണ് ആ പ്ലാന്റിനുള്ളത്. അപ്പോൾ ഒരു 20 വെറൈറ്റി കൂടി നമ്മൾ ഒരു വീഡിയോ ആയിട്ട് കാണിക്കണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് അതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ അടുത്ത നഴ്സറിയിൽ നിന്ന് എടുത്തും ഇനി നമുക്ക് പുറത്തുനിന്ന് വരുത്തിയതും ഒരു വീഡിയോ ചെയ്യാം. ഇത് ICU മെത്തേഡിൽ പ്രൊപ്പഗേറ്റ് ചെയ്തതാണ് കേട്ടോ. ഈ പ്ലാന്റുകൾ വലിയ റൂട്ട് സ്റ്റോക്കുകൾ ചെയ്തതാണ്. ഇത് നമുക്ക് ഇതിലേക്ക് വേണം ഇനി ഇതിൻ്റെ ഗ്രാഫ്റ്റുകൾ എടുത്ത് ചെയ്യാൻ. അപ്പോൾ ബംഗാളിൽ നിന്ന് നമ്മളൊന്ന് ഓർഡർ ചെയ്യാത്തത് നമുക്ക് തീരെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ്. അതിൽ വളരെ ചെറിയ പ്ലാന്റുകൾ കിട്ടുന്നതുകൊണ്ട് തന്നെ അത് നമുക്ക് ഒട്ടും സേഫ് അല്ല. എന്തായാലും ഞാനൊരു 10 എണ്ണം ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് വരികയാണെങ്കിൽ അതിൻ്റെ സ്റ്റേജ് എന്താണെന്നുള്ളത് ഞാൻ ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. താങ്ക് യു.